അടുപ്പ് നമുക്ക് വിടാണ്ടുണ്ടാക്കല്ലേ? അതന്നെയല്ലേ, ജനലിന്റെ അടുത്തായതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ടാവും. എടി പൊട്ടച്ചാളെ, ജനലിന്റെ അടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്, ഈ കാറ്റ് ഇട്ടിക്കാണ്ട് തീ ഓഫ് ആവും. പൊട്ടത്തരം വിളിച്ചാലേ. അടുക്കള ഞങ്ങളെ പെണ്ണുങ്ങളെ ഐഡിയക്ക് ഉണ്ടാക്കിയാൽ മതി ട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുക്കളനെ കുറിച്ച് എന്താ അറിയാം? തിന്നാനല്ലാതെ നിങ്ങൾ അടുക്കളയ്ക്ക് വരലുണ്ടോ? പൂത്ത ഷർട്ടോട്ട് മസിലും പൊടിച്ച് നിന്നാ എല്ലാം അറിയാന്നാ വിചാരം. അതന്നെ. പിന്നെ എനിക്കൊക്കെ ഭയങ്കര ഇൽമല്ലേ കിച്ചൺ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ അറിയണമെന്നില്ല, തിന്നാൻ അറിഞ്ഞാൽ മതി അതിന്റെ ടേസ്റ്റ് പറയാൻ കേട്ടാ. നിങ്ങൾ ഈ 4 തക്കാളി 2 ഉള്ളിയും കട്ട് ചെയ്തിക്കാണ്ട് കുറച്ച് മുളമ്പൊടി ഇട്ടിക്കാണ്ട് വെള്ളം പാർന്ന് കലക്കിക്കാണ്ട് കോന്ത്രവെള്ളം ഉണ്ടാക്കിക്കാണ്ട് കറി നിറഞ്ഞ് കൊണ്ടുവന്ന് വെക്കണ വഴിയല്ല. കിച്ചൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ അതിന് കുറച്ച് അന്തം വേണം, അന്തും കുന്തും വേണം, എന്നാലേ കിച്ചൺ ആവുള്ളൂ കേട്ടാ. എൻ്റെ പൊന്നാരാളി അതിൻ്റെ പെങ്ങന്മാരായതുകൊണ്ട് പറയല്ല, ഇറ്റിങ്ങളെ ഭർത്താനം കേട്ടുകാണ് നിങ്ങൾ ഇവിടെ അടുപ്പുണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കായ് പോവും, അവസാനം അത് പൊളിച്ചേണ്ടി വരും. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് കണ്ടി ഇറ്റിങ്ങൾക്ക് അല്ലെങ്കിലേ വിവരമില്ല. ഇത് പണി അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കൊടുത്താളി. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വേറെ എത്ര വലുതുണ്ടാക്കിയിട്ടും കാര്യമില്ല, പൈസ തീമ എത്ര മുടക്കിയിട്ടും കാര്യമില്ല. ഹൗസ് വാമിങ്ങിന് ഇറ്റിങ്ങൾ പെണ്ണുങ്ങൾ കാണാൻ വരുമ്പോൾ ഇതിൻ്റെ സീലിങ്, ഇതിൻ്റെ കിച്ചണ്, ഇതിൻ്റെ കബോർഡ് ഓരോ മുക്കും മൂലും അരിച്ച് പൊറുക്കിയിട്ട് കുറ്റം മാത്രം കണ്ടുപിടിച്ച് പുറത്ത് പോയി പറഞ്ഞു കൊടുക്കും. വെറുതെ പെടാ നിൽക്കേണ്ട ആൾക്കാരുടെ മാനം പോവും, പണി അറിയുന്ന ആൾക്കാരെ അടുത്ത് കൊടുത്ത് പണി എടുപ്പിച്ചോളി. അപ്പൊ അല്ല നമ്മൾ ആർക്കാ കൊടുക്കുക? അങ്ങനെ കൂടി ചോദിച്ചു, അല്ലാതെ ഇറ്റിങ്ങളെ വർത്താനം കേട്ട് നിൽക്കരുത്. നമുക്ക് MN ഗ്രൂപ്പിന് കൊടുക്കാം. അതേതാ ടീം? അവരാണ് കേരളത്തിലെ നമ്പർ 1 ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം. നമ്മൾ ഈ വലിയ വലിയ ഓഡിറ്റോറിയം, റിസോർട്ടുകൾ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂള്, എന്തിനേറെ പറയാം, നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെന്റർ ഇല്ലേ, അതുപോലെ ഷോപ്പിക വെഡ്ഡിങ് സെന്റർ, അതുപോലെ നമ്മളെ തൃശ്ശൂർ പുതിയതായിട്ട് വന്നിട്ടുള്ള നെസ്റ്റോ, അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസുകളിൽ 60% ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇവരാണ്. കോടികളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ടീമാണ് MN ഇന്റീരിയോ. ഇവർക്ക് ദുബായിൽ ഫാക്ടറി ഉണ്ട്, ദുബായിൽ ഓഫീസ് ഉണ്ട്, ദുബായിൽ മൊത്തം വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ടീമാണ് അവർ. അതുപോലെ നമ്മളെ ഹൈലൈറ്റ് മാളിൽ അവർക്ക് ഓഫീസ് ഉണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ടീമാണ് ഈ MN ഇന്റീരിയോ. ഇവരുടെ സ്പെഷ്യൽ വിങ് ഉണ്ട്, MN ലക്ഷറിയോ ഹോംസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മളെ റെസിഡൻഷ്യൽ വർക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ സാധാരണ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ. അപ്പോൾ അവർ ചെയ്തു തരും നമ്മളെ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കും കിച്ചൺ വർക്കും ഒക്കെ, ബെഡ്റൂം സെറ്റ് അടക്കം അവർ ചെയ്തു തരും. എക്സ്പീരിയൻസ്ഡ് ടീമാണ് അവർ. നമ്മളെ കൊണ്ടോട്ടി മോങ്ങത്താണ് അളിയ അവരെ ഫാക്ടറി കിടക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോവല്ലേ, നമ്മൾ അവരെ വർക്കും കാര്യങ്ങളും ഓരോ ഓഫീസാണ് കാണിച്ചു തരാം ഞാൻ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ അല്ല? അപ്പൊ ഉദ്ദേശിച്ചാൽ നിങ്ങളോടും കൂടിയാണ് പറയുന്നത്, വെക്കുന്ന വീടിന്റെ അവസാന സ്റ്റേജിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഇങ്ങോട്ട് പോയി ഉപകാരപ്പെടും. വെറുതെ പൈസ കളയാതെ നിൽക്കണ്ട. പേര് ഞാൻ കാണിച്ചു തരാം. മുത്തുമണീസ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ലേട്ടാ. അങ്ങനെ മുത്തുമണീസ നമ്മളിതാ നമ്മളെ MN ഇന്റീരിയോയുടെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി ബാക്കി കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മുനീർക്ക, ഇത് ഷെരീഫ്ക്ക. അപ്പൊ ഞാൻ ഷെരീഫ്ക്ക ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരെ MN ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യണം? നമ്മൾ തുടക്കം തൊട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട്, ഡിസൈനിൽ പല പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അവരാവശ്യപ്പെടുന്ന മെറ്റീരിയൽ, പ്ലൈവുഡ് ആയിക്കോട്ടെ, മൾട്ടിവുഡ് ആയിക്കോട്ടെ, WBC ആയിക്കോട്ടെ, HDF ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഏത് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടെ ചെയ്തു കൊടുക്കും. അതായത് ഡിസൈൻ മുതൽ അതിന്റെ എൻഡ് വരെ എല്ലാം ചെയ്തു കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ അത്യാധുനിക മെഷീനുകൾ വെച്ചിട്ടാണ് ഞങ്ങളെ ഫുള്ള് വർക്കുകളും ചെയ്യുന്നത്. അതിപ്പോ ഒരു സൈറ്റ് വർക്കും അതുപോലെ ഫാക്ടറി വർക്കും നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ഉണ്ട്. ഞങ്ങൾ ഫുള്ളി ഫാക്ടറി വർക്കാണ് ചെയ്യുന്നത്. അതായത് ഫുൾ മോഡുലാർ കൺസെപ്റ്റിലാണ് ഞങ്ങൾ വർക്കുകൾ മൊത്തം പോകുന്നത്. ഒരു 80% നമ്മൾ ഇവിടുന്ന് പണിതിന്റെ ശേഷമാണ് നമ്മൾ ഫാക്ടറിയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഫുള്ള് 80% നമ്മൾ ഫുൾ വർക്കുകൾ തീർക്കും. അതായത് പ്രസ്സിങ്, അതുപോലെ കട്ടിങ്, അതിന്റെ എഡ്ജ്, അതുപോലെ മിനി ഫിക്സിങ്, ഫിറ്റിംഗ് മൊത്തം ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം ഫുൾ പാക്ഡ് ആയിട്ട്. അല്ല അപ്പൊ അതിപ്പോ ഈ സൈറ്റിൽ വെച്ച് ചെയ്യുമ്പോൾ അതൊക്കെ കൈകൊണ്ടാണ് ഈ കട്ടിങ്. അതായത് സൈറ്റിൽ നോർമൽ ആശാരിമാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ തന്നെ കട്ട് ചെയ്ത് അതിനുശേഷം സ്ക്രൂ ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെയാണ് അവര് മൈക്കുകൾ ലാമിനേഷൻ ഒട്ടിക്കുക. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഫുള്ളി മെഷീനറിയാണ്. അതായത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഫാക്ടറിയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് പ്രസ്സിങ് മെഷീൻ, അതായത് കംപ്രസ്ഡ് മെഷീനിലാണ് ഞങ്ങൾ പ്രസ് ചെയ്യുന്നത്. കട്ടിങ് അതുപോലെ ഒരു ഹൈ ക്വാളിറ്റി മെഷീനിൽ വെച്ചിട്ടാണ്, പാനൽസ് എന്നുള്ള മെഷീനിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതൊരു പോലും ഒരു ഡിഫറെന്റ് വരാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാം. ഇതിപ്പം ഇത് പ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഗമ്മ് തേച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ മൈക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അത് കംപ്ലീറ്റ് ഗമ്മ് തേച്ചിട്ട് അവർ ആ ഷീറ്റ് മൈക്ക് അതിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ ഒരു വീടുകളിൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യൽ. എന്നിട്ട് പിന്നെ അത് അവിടെ വെച്ചിട്ട് അവർ പ്രസ് ചെയ്തിട്ടാണ്, മീൻസ് കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്തിട്ടാണ് അത് സെറ്റാക്കൽ. ഇവിടെ ഇവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാധുനിക മിഷനറി ഉപയോഗിച്ചിട്ട് ആ മിഷനറിയിൽ വെച്ചിട്ടാണ് ഇവർ പ്രസ് ചെയ്ത് സെറ്റാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എയർ കുടുങ്ങൂല, അതേപോലെ ഒരു വേരിയേഷൻ വരില്ല. കറക്റ്റ് ആ മൈക്ക് ഒട്ടി സെറ്റായിട്ട് ഇങ്ങോട്ട് വരും. അതിനൊരു ടെമ്പറേച്ചറും കണക്കൊക്കെ ഉണ്ട്. ആ കണക്കിൽ അത് ഹീറ്റാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്ന ഒരു സെറ്റപ്പ്.
അങ്ങനെ ഉത്തുപണിച്ച അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ ഈ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇവര്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനുള്ള മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മട്ടം പോവില്ല, ഒരു മില്ലി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറൂല. നമ്മളിത് കൈകൊണ്ട് കട്ട് ചെയ്യുന്ന പോലെയല്ല, മെഷീനായിട്ട് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് ഒരു മില്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പിന്നെ ഗമ്മിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല, കറക്റ്റ് അളവിന് നമുക്ക് സാധനം കിട്ടും. അപ്പോൾ അതാ അവിടുന്ന് കട്ട് ചെയ്ത സാധനം ഇവിടെ കൊണ്ടുവരുന്നു. ഇതിൽ നമുക്ക് ആ എഡ്ജ്മെന്റ്, ആ എഡ്ജ് ഉണ്ടല്ലോ ആ സാധനം അപ്പുറത്തുള്ള ഈ സൈഡിൽ, ഇതിപ്പോൾ വെള്ള കളറല്ലേ അല്ല മരത്തിൻ്റെ കളറല്ലേ, ഇവിടെ ഈ സാധനം ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതിലിങ്ങനെ പോയി ഓട്ടോമാറ്റിക്കലി ഗം ഉപയോഗിച്ച് ഈ മെഷീനറി ഉപയോഗിച്ച് അത് കംപ്ലീറ്റ് ഒട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകണണ്ട അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അതാ കറക്റ്റ് നമ്മൾ കൈകൊണ്ട് ഒട്ടിക്കുന്ന പോലെയല്ല, ഫുൾ നല്ല ഫിനിഷിങ്ങിൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് ഒട്ടിങ്ങോട്ട് വരും. ഈ മെഷീൻ ഉപയോഗിച്ച് എഡ്ജ് ചെയ്തിട്ട് പിന്നെ ഇതിങ്ങനെ അട്ടിക്കിട്ടുകാണ്ട് സ്ക്രൂ ഇടല്ല, അങ്ങനെയല്ല ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഈ സാധനം ഏതോ അതേക്കിനെ ചെയ്യേ ഇത് നോക്കി, ഇതിനിപ്പോൾ ഇത് പക്ക ഒരു പ്ലെയിൻ പീസാണ് ഡാൽതോ. ഇത് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. കണ്ടാ, അടിയിൽ നിന്നൊരു സാധനം വരുന്നുണ്ട്, സൈഡിൽ നിന്നൊരു സാധനം വരുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അവിടെ കുറേ ഡ്രില്ല് കണ്ടാ, രണ്ട് സൈഡിൽ നിന്നും ഡ്രില്ല് വരുന്നു, അതേപോലെ അടിയിൽ നിന്നും ഡ്രില്ല് വരുന്നു. അതാ കണ്ടാ, ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട, ഇവിടെയൊക്കെ ഒരു ഓട്ട. ഇനി അതായത് ഇങ്ങനത്തെ കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണിത്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഹോൾസ് കാര്യങ്ങളൊക്കെ അടിക്കണേ. എന്നിട്ട് ഇത് അങ്ങനെ കുറേ സുനാന്തിരി ഉണ്ട്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ പക്ക ആയിട്ട് ഇങ്ങോട്ട് നിൽക്കും. അത് ആണി അടിച്ച് കയറ്റുന്നതല്ല, അടിപൊളിയായിട്ട് ഹോൾ, ഇതിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വരില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു സ്ക്രൂ മാത്രം ഇവിടെ കാണാം. അതിപ്പോൾ ഈ വോൾ ഡ്രോപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലൊക്കെ ഉണ്ടാവാം, വേണമെങ്കിൽ ഇത് നമുക്ക് കവർ ചെയ്യും ചെയ്യാം. അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് ഇവിടുന്ന് ഓരോ വർക്കുകളും ചെയ്തു പോരുന്നത്. അപ്പുറത്ത് നമ്മൾ കണ്ടത് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇവിടെ വരുമ്പം ഇത് വുഡിൽ ഓരോന്ന് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ചെയറുകളാണ്, കുഷ്യൻ ചെയർ. ഇതൊരു ടെക്സ്റ്റൈൽസിക്ക് വേണ്ട ചെയറുകൾ, മരത്തിന്റെ ചെയറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മരത്തിന്റെ ചെയറോ ടേബിളോ സോഫ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് ഇവർ ഉണ്ടാക്കി തരും. നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏതാണോ, മെറ്റീരിയൽസ് ഏതാണോ അത് പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഇവർ ഉണ്ടാക്കി തരും. പിന്നെ മനസ്സിലായി, ഇതാണ് CNC മെഷീൻ. അതായത് നമ്മളെ ജാളി കട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത് കണ്ടില്ലേ 3D, അതിൻ്റെ കയ്യിലുള്ള സാധനം, ഇത് ഈ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ്. ഇവിടെ കണ്ടില്ലേ ഈ ജാളികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ, ഇതൊക്കെ ഈ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യും. നമ്മളെ പള്ളിൻ്റെ മുനാരം അത് ഇതേപോലെ ഒരു ഫ്ലവർ, ഒരു ചിത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള കംപ്ലീറ്റ് പരിപാടി മെഷീനറി ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ഉഷാറാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതേപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവരെ ഓഫീസ് ഒന്ന് കാണാം. ഓഫീസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇവരെ ഇന്റീരിയർ വർക്കൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവരെ ഓഫീസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഇരിക്കുന്നതൊക്കെ ഇവരെ ഈ ഇന്റീരിയർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർക്ക് പണി അറിയാവുന്ന ആൾക്കാരാണെന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഇരിക്കുന്നത് കണ്ടില്ല, ഇവരൊക്കെ ഇതിൻ്റെ 2D ഇന്റീരിയർ വർക്കിൻ്റെ 2D വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ ഡിസൈൻ സെറ്റാക്കുന്ന ആളുകളാണ് ഈ ഇരുന്ന് വർക്ക് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3D സെക്ഷൻ. ഇവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ഓരോ ക്ലയൻറ്റിൻ്റെ പിന്നെ അവർ കൊടുത്തിട്ടുള്ള വർക്കുകൾ ഇവർ ഓരോരുത്തരും ഇരുന്നിട്ട് അത് 3D ഡിസൈൻ ചെയ്തുകൊണ്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട സാധനം സെറ്റാക്കി റെഡിയാക്കി ഇങ്ങോട്ട് തരുന്ന ആൾക്കാരാണ് ഇവർ മൊത്തം. പിന്നെ ഒത്തുമണി ഇതൊരു ടേബിളാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെ നമ്മളെ കിച്ചണിൽ നമുക്ക് നമ്മളെ കിച്ചണിൻ്റെ സൈസിനനുസരിച്ച് ഇടാൻ പറ്റുന്ന ഒരു ടേബിൾ. ഇതിൻ്റെ മേലെ ഷീറ്റ് ഇടണം, ഏത് ഷീറ്റും നമുക്ക് ഇടാം, ഗ്രാനൈറ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റ് ഇടാം. അങ്ങനെ മെറ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഇത് കണ്ടില്ല, അതൊക്കെ ഓരോന്ന് എല്ലാം ഈ കാണുന്നതൊക്കെ ടേബിളുകളാണ്. അതായത് ഓഫീസ് കൗണ്ടറുകളിലേക്കൊക്കെ അതേപോലെ ഹോട്ടലിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ടേബിളുകളാണ് ഈ കാണുന്നത്. അതേപോലെ ഇതൊക്കെ ടെക്സ്റ്റൈൽസിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്റ്റാൻഡുകളാണ്. അങ്ങനെ മെറ്റൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, അതിന് ചെയറായിക്കോട്ടെ, ടേബിളായിക്കോട്ടെ, കട്ടിലായിക്കോട്ടെ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവരെ ബന്ധപ്പെട്ട ഇവരുണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഷെരീഫ്ക്ക, അവിടെ ഇപ്പോൾ കുട്ടികൾ ആ 3D വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ കോടികളുടെ വർക്കാണെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട ചെറിയ ആൾക്കാർ, അപ്പോൾ എൻ്റെ പെങ്ങളെ വീടിൻ്റെ കിച്ചണിന്
ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതിന്റെ സീലിംഗ് വർക്കും കിച്ചൺ വർക്കും ഒക്കെ. അങ്ങനത്തെ ചെറിയ വർക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യൂലേ? ചെറിയ വർക്ക് ആയിക്കോട്ടെ വലിയ വർക്ക് ആയിക്കോട്ടെ ഏതും നമുക്ക് ചെയ്യും. ഇപ്പോൾ എക്കണോമിക്കൽ ആയിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ ഏത് വർക്കും നമുക്ക് ചെയ്യും. അപ്പോൾ MN ഇന്റീരിയറിന്റെ കീഴിൽ റെസിഡൻഷ്യലിന്റെ വർക്ക് ചെയ്യാനായിട്ട് MN ലക്ഷറിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിങ് തന്നെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് സ്റ്റാഫ് തന്നെ ഉണ്ട്. നമുക്ക് ഏത് വർക്കും മാനേജ് ചെയ്യാൻ ഇവിടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു വീടിന്റെ മൊത്തത്തിൽ വർക്ക് അല്ലാതെ എന്റെ വീടിന്റെ ഒരു റൂം മാത്രം ചെയ്യണം, നിങ്ങൾ ചെയ്യോ? ചെയ്യാൻ പറ്റും. അടിപൊളി. അതല്ല എന്നാ പോട്ടെ, നമ്മൾ ഒരു വീടിന്റെ കിച്ചൺ മാത്രം ചെയ്യണം, അതും ചെയ്യോ? അതും ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ സാധാരണക്കാരനാണ്, നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല. എന്റെ വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ എന്റെ അടുത്ത് ഒരു 5 ലക്ഷം റുപ്യേന്റെ ബഡ്ജറ്റ് ഉള്ളൂ. അപ്പോൾ 5 ലക്ഷം റുപ്യേന്റെ വർക്ക് നിങ്ങൾ ചെയ്യോ? അതെ, ആ 5 ലക്ഷത്തിനനുസരിച്ചുള്ള ഡിസൈൻ ആയിരിക്കും, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയാണ് സെറ്റാക്കി തരും. അപ്പോൾ തോണീസേ കേട്ടല്ലോ, നമ്മളെ ബഡ്ജറ്റ് എന്താണോ അത് നമ്മൾ ഏത് ലെവൽക്കാണോ ആ ലെവൽക്കുള്ള വർക്ക് ഇവർ ചെയ്തു തരും. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കിച്ചൺ ഉണ്ടല്ലോ, ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അടിപൊളിയായിട്ട് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ വീട്ടിൽ കിച്ചൺ മാത്രം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഇനിയിപ്പോൾ ബെഡ്റൂം സെറ്റ് മാത്രം മതിയെങ്കിൽ അതും ചെയ്തു തരും. അതല്ല ഹോള് മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. വീട് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. 1 ലക്ഷം രൂപയുടെ വർക്കും ചെയ്യും, 10 കോടി രൂപയുടെ വർക്കും ചെയ്യും. അതാണ് ഇവരെ പ്രത്യേകത കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളി. നിങ്ങൾ ഇവരെ വിളിച്ച് ഇവരെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഇവിടെ വരണം കേട്ടോ. ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉള്ളിലേക്ക് കയറ്റില്ല. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നാൽ മതി. എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഈ ഫാക്ടറി കാണാനും ഓഫീസ് കാണാനും ഇവരായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് മാത്രം വന്നാൽ മതി. ചെറിയവനാണ് വലിയവനാണെന്നൊന്നുമില്ല, നമ്മളെ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെ ലെവൽക്ക് അനുസരിച്ച് ഇവർ സംഗതി സെറ്റ് ചെയ്ത് തരും. ധൈര്യമായിട്ട് വിളിച്ചോളി. കിച്ചണോ റൂമോ വീടോ ഓഡിറ്റോറിയോ ബിൽഡിങ്ങോ ഹോസ്പിറ്റലോ എന്താണെങ്കിലും വിളിച്ചോളി. അപ്പം ടാറ്റാ, ബൈ.